എന്ത് രസമായിരുന്നല്ലേ? തമ്പ്രാട്ടി ഇതുവരെ ഇതുപോലത്തെ ഉത്സവമൊന്നും കണ്ടിട്ടില്ലല്ലോ. നിറയെ കൂട്ടമുണ്ടോ? ഇനി നീ പൊയ്ക്കോ. ആ, ഉത്സവം എങ്ങനെ ഉണ്ട്? നിനക്കെന്താ ഇപ്പൊ ഒരു മിണ്ടാട്ടമില്ലാത്ത മാതിരി? അവൻ കുറുകുറൂന്ന് പറയുന്ന കേൾക്കാൻ വലിയ രസമല്ലേ? ശുശ്രൂഷ ഏത് നേരത്തും കുളൂസവനെ കുറച്ച് കൂടുന്നുണ്ട്. ഞാൻ തൊട്ടാ മാത്രമേ തമ്പരാട്ടി കൈത്തോളൂ. നേരെ ശരി, ഞാൻ പോട്ടെ. കള്ളക്കഥകൾ ചിലവാലെന്ന് കണ്ട വന്നവൻ പോവും. ഒരു ദിവസം അവനെ കാണില്ല. ഇവിടെ നിനക്ക് നിന്നിക്കും, പിന്നെ ഞാനൊരുത്തിനും ഉണ്ടാവും. അത് മനസ്സിലായിക്കോ. അവൻ ഏതാ തരമെന്ന് അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അറിയണമെന്നുണ്ടെങ്കിൽ ചോദിച്ചു നോക്ക്. ഇവൻ എന്തിനാ നിന്നെ തെരഞ്ഞ് ഇങ്ങോട്ട് വന്നത്? കാശ് എതിമുട്ടിയ എന്നും എന്റെ അടുത്ത് വരും. നീ എടുത്ത് കൊടുക്കുകയും ചെയ്യും. കുറെ ചീത്ത പറയും, ഉപദേശിക്കും. അവസാനം എന്തെങ്കിലും കൊടുക്കുമെന്ന് അവനറിയാം. അതാ തെറ്റ്. ഇങ്ങനത്തോരോട് ദയ പാടില്ല, ഒരിക്കലും പാടില്ല. ഞാൻ പുറത്താ കിടക്കണേ. ഈ വാതിലൊന്നും ഒരു അടച്ചുറപ്പില്ല. ഉറക്കത്തിൽ വല്ലവനകത്ത് കിടന്നാൽ തന്നെ നമ്മളറിയില്ല. രാഘവൻ പറഞ്ഞില്ലേ, അകത്ത് വല്ലാത്ത ചൂടെടുക്കണം. പറയുമ്പോ മകരമാസം കാലാ. നടക്കാനിപ്പോ കഷ്ടിച്ചു പറ്റും. പൊയ്ക്കോളാം, പേടിക്കണ്ട. അതുകൊണ്ട് ചോദിച്ചല്ല. എന്നെ പേടിച്ച് അച്ഛൻ കാവല് കിടക്കാൻ തുടങ്ങിയത് നന്നായി. പാതിരയ്ക്ക് തലയ്ക്കടിച്ച് പണി തീർക്കുമെന്ന് വിചാരമില്ലാതെ കിടന്നുറങ്ങായിപ്പോ. കൊല്ലിയിലിട്ടപ്പോ തീർന്നെന്ന് കരുതി. പിന്നെ ഞാൻ അങ്ങനെ എളുപ്പം ചാവാൻ പിറന്നവനായിരിക്കില്ല ഈ ബാലൻ. കൊല്ലാൻ ഇനിയും നോക്കും അവൻ. ചാവാതിരിക്കാൻ ഞാനും. ആര്? എന്തായി പറയണേ? ആര് കൊല്ലാൻ? എനിക്ക് ഒന്നും മനസ്സിലാവണില്ല. കൊല്ലണതും ചാവണതും ഒക്കെ എന്തിനാ പറയണേ? അധികം മനസ്സിലായാൽ വേണ്ട. ഒരു കാര്യം മാത്രമേ എനിക്കറിയണ്ടൂ. അച്ഛൻ ഗുരുവായൂർ നടക്കിൽ വെച്ച് ഒരു കല്യാണക്കാര്യം വലിയ മോഹമായിട്ട് പറയുകയുണ്ടായി. മകൾക്കും അത് തന്നെയാണോ മോഹം എന്നൊന്നറിയണം. അച്ഛൻ എങ്ങനെ പറഞ്ഞു എന്നല്ലാതെ ഞാൻ... കല്യാണക്കാരിയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. എന്നോട് സ്നേഹം കാണിച്ചവര്, ദയ കാണിച്ചവര്. അവർക്ക് ആപത്തൊന്നും വരരുത് എന്നുണ്ട് എന്റെ മനസ്സിൽ. അതുകൊണ്ട് ചോദിച്ചാണ്. എന്താപത്ത്? പറയൂ, എന്താപത്ത്?
അച്ഛനോ മകൾക്കോ രാജിക്ക് പറ്റിയതുപോലെ എന്തെങ്കിലും ആപത്ത്? രാജിക്ക്? രാജി മരിച്ചതല്ല, പിന്നെ കൊന്നതാണ്. ആര്? അച്ഛൻ മകൾക്ക് കണ്ടുവച്ച ഇവൻ തന്നെ. ആരും കേൾക്കാത്തൊരു വെള്ളപ്പൊക്കം. തൊണ്ട തൊടാതെ വിഴുങ്ങാൻ ഇവിടെ നിങ്ങളും. എല്ലാം കളവോ? അവൻ കക്കും, കളവ് പറയും, വേണ്ടി വന്നാൽ കൊല്ലും. രാജുവിനെ എനിക്കറിഞ്ഞൂടെ? ഈ രാഘവേട്ടനോ? കൊല്ലേ? അതിന് അവന് പറയാനുണ്ടാവും കയ്യബദ്ധം. മുമ്പൊരു കയ്യബദ്ധത്തിൽ ഒരാൾ ചത്ത കേസ് നിലവിലുണ്ട്. അടുത്ത കയ്യബദ്ധത്തിന് ഞാനാവേണ്ടതായിരുന്നു, നടന്നില്ല. പറയൂ, എന്താ ഉണ്ടായേ? പറയൂ. എനിക്ക് പേടിയാവണോ? ഞാൻ മുഴുവൻ പറഞ്ഞില്ല. വേണ്ട, എനിക്ക് കേക്കണ്ട. നമ്മളിപ്പോ എന്താ ചെയ്യാ? നമ്മൾ കൊച്ചുട്ടി, നിനക്ക് നടക്കാനായല്ലോ ഇപ്പോ. എന്നാ വൈകിക്കണ്ട, നടന്നോ. ഇത് ബസ് കൂലിക്ക് വെച്ചോ. ബാലേട്ടന് സുഖമായിട്ടില്ല, ഇപ്പൊ പോണില്ല. ആരാടി നിനക്കൊരു ബാലേട്ടൻ? അകത്ത് പോയി നിന്റെ ജോലി എന്താ വെച്ചാ ചെയ്താ മതി. പോണ്ട, എവിടേക്കും പോണ്ട. ഞാനാ പറയണേ. പോലീസ് വന്നാ ഒളിപ്പിച്ചതിന് നമ്മളും കുടുങ്ങും. അതാ ഉണ്ടാവുക. നീ അത് വിശ്വസിച്ചോ? മയക്കാനവൻ അറിയാവുന്ന രാഘവൻ പറഞ്ഞ വെറുതെ അല്ല. ഇവിടുത്തെ തഞ്ചവും തരവും കണ്ട് പറ്റിക്കൊണ്ടെന്ന് തോന്നിയാൽ അവൻ അത് അപ്പുറം പറയും. വിശ്വസിക്കാൻ ഒരുമ്പട്ടോളെ നീയും. അവനെ വെറും ഒരു ഈർച്ചക്കാരനാ, കാശിന് ഗതിയില്ലാത്തവൻ. അത് മനസ്സിലായിക്കോ. കൽപ്പണിക്കാരൻ ഈർച്ചപ്പണിക്കാരനേക്കാൾ കേമനാണോ? എന്നെ കൊണ്ട് അധികം പറയിക്കണ്ട അച്ഛൻ. അർഹതയില്ലാത്ത കാര്യമാണ് ഞാൻ ചെയ്തത്. എനിക്കറിയുന്ന പോലെ വേറെ ആർക്കും അതറിയില്ല. അതുകൊണ്ട് എന്തുണ്ടായി? ഈ കാട്ടുമുക്കി കിടന്ന് കഷ്ടപ്പെടാൻ ഞാനും പോരെ? അത് നീ കൂടെ പറഞ്ഞ് ഉറപ്പിച്ചല്ലോ. നന്നായി. ഊണ് കഴിക്കണ്ടേ? എന്തോ ഒരു ശബ്ദം കേട്ടല്ലോ ബാലേട്ടാ. ഒന്നുമില്ല, കിടക്ക്. ലെല്ലിയെ പൂച്ചയാവും.